ഡ്രൈനേജ് പ്രശ്നത്തിന് പരിഹാരം കണ്ട് നഗരസഭ. കൂത്തുപറമ്പ് പാറാലിലും കണ്ണൂർ റോഡ് കണ്ണാശുപത്രിക്ക് സമീപത്തും ഓവുചാലിലൂടെ മലിനജലം ഒഴുകുന്നത് ന്യൂസ് സൈറ്റ് വാർത്ത നൽകിയിരുന്നു. ഇതിനൊരു പരിഹാരമായാണ് ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവൃത്തി വേഗത്തിലാക്കുന്നത്. കൂത്തുപറമ്പ് പാറാലിലെയും കണ്ണാശുപത്രിക്ക് സമീപത്തെയും യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ദുരിതക്കഥയാണ് പറയാനുള്ളത്. ഹോട്ടലുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യമടക്കം വരുന്നത് കാരണം അസഹ്യമായ ദുർഗന്ധമാണ്. മൂക്കുപൊത്തി നിൽക്കേണ്ട അവസ്ഥ. ഇതിനൊരു പരിഹാരമായാണ് നഗരസഭ രംഗത്ത് വന്നത്. ഓവുചാലുകൾ ചെന്നെത്തുന്നത് തോടുകളിലേക്കും പുഴകളിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ തണ്ണീർത്തടങ്ങൾ മലിനമാക്കുക എന്നത് ശിക്ഷാർഹവുമാണ്. അതിനെതിരെ നടപടിയെടുക്കുമെന്നും ദ്രവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ട നടപടി നഗരസഭ സ്വീകരിക്കുമെന്നും ഹെൽത്ത് സൂപ്പർവൈസർ ലതീഷ് KC പറഞ്ഞു. പൊതു ഇടങ്ങള് അതോടൊപ്പം തന്നെ ജലാശയങ്ങളൊക്കെ മലിനമാക്കുന്നതിനെതിരെ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് തന്നെയുള്ള കർശന നടപടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ നഗരസഭയും മുന്നോട്ട് പോകുന്നത്. പൊതുജലാശയങ്ങളിൽ മലിനജലം ഒഴുക്കിവിടുന്നതും മാലിന്യങ്ങൾ തള്ളുന്നതും ജയിൽ ശിക്ഷ വരെ വരുന്ന ഗുരുതരമായ കുറ്റമായിട്ടാണ് ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കർശന നടപടികൾ ഇത്തരത്തിൽ ജലാശയങ്ങളിലൊക്കെ മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടികളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ നഗരസഭാ തലത്തിൽ വലിയൊരു രീതിയിലുള്ള മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് സൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി വാർത്തകൾ നൽകിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നഗരസഭ നടപടി വേഗത്തിലാക്കുന്നത്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്.